ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ടയറിൻ്റെ ഭാഗമൊക്കെ ആയാലും അത്യാവശ്യം നല്ല ടയറാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല. ഹബിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കൂടുതൽ പഴക്കം വന്നിട്ടല്ല, പക്ഷേ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററും അതേപോലെ തന്നെ ഈ പ്ലഗ് നോക്കുമ്പോഴും സ്പാർക്ക് പ്ലഗിൻ്റെ ആയാലും അതിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ കത്തി ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂട്ടത്തിലൊന്നും മാറ്റിയിട്ടാൽ നന്നായിരിക്കും. കാരണം അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്ലഗ് ഓൾറെഡി അതിൻ്റെ പോയിൻ്റ് കത്തി തീരാറായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ എയർ ഫിൽറ്റർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമുക്ക് വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ബെൽറ്റ് ഈ പറഞ്ഞ പോലെ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, വേറെ പൊട്ടലൊന്നുമില്ല, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി, അതേപോലെ ബോസ് ഡ്രൈവ്, റോളർ, അതടങ്ങുന്ന ഒരു യൂണിറ്റാണത്. വലിയ പഴക്കമൊന്നും വന്നിട്ടില്ല, നമുക്കത് ഇടയ്ക്ക് എപ്പോഴും മാറ്റിയേക്കുന്നതാണ്. എന്നാൽ പോലും വേറെ തേമാന കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊന്ന് ഉരച്ച് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി, വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഔട്ടറൊക്കെ ആയാലും പക്കയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ച് നമ്മൾ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം ഒരു വിധം അഴുക്കായിട്ടുണ്ട്. അപ്പം ആ എയർ ഫിൽറ്ററും സെക്കൻഡറി ഫിൽറ്ററും പ്ലഗും എഞ്ചിൻ ഓയിലും നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി വന്ന പാർട്ട് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ്, ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.5 വോൾട്ടിന് മുകളിലുണ്ട്, 12.8, 9, ആ റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. കാരണം ബാറ്ററി ഓൾറെഡി ടെസ്റ്റിൽ ഫെയിൽഡ് ആയിട്ടാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം. പിന്നെ അതേപോലെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓടിച്ചു നോക്കി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാക്കിലത്തെ ഷോക്ക് അബ്സറും ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സറും, ബാക്കിലത്തെ ഫുള്ള് കംപ്ലയിൻ്റ് ആണ്. അതായത് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും നല്ല തെറിപ്പ് കാണിക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ഈ പറഞ്ഞ പോലെ ആക്ഷൻ, അതായത് കൂടുതൽ ആക്ഷനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഷോക്ക് അബ്സർ, ഫ്രണ്ടും ബാക്കും. ബാക്കിലത്തെ എമർജൻസി ആയിട്ട് മാറ്റേണ്ടതാണ്, ഫ്രണ്ടിലത്തെ പിന്നെ നമ്മൾ നോക്കി ഓട്ടത്തിൻ്റെ അനുസരിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഷോക്ക് അബ്സർ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ ഈ പറഞ്ഞ ഭാഗങ്ങൾ, അതായത് എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ, പ്ലഗ്, ഇത്രയും ഭാഗം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. അത് എത്ര കോസ്റ്റ് വരും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, വീഡിയോ വാട്സാപ്പിലേക്ക് തരാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.